എങ്ങോട്ടാ അപ്പുപ്പ പെട്ടിയും ഫാണ്ടവും ഒക്കെ എടുത്ത്? ഞങ്ങൾ പോകുവാടാ, ഇനി ഈ കാട്ടിലേക്കില്ല. എങ്ങോട്ട് പോണു? അമേരിക്കയ്ക്ക്. അമേരിക്കയ്ക്കോ? അതെന്തിനാ? താമസിക്കാൻ. ഇവിടെ കിടന്നുള്ള മായാവി പിടുത്തവും മന്ത്രവാദവും ഒക്കെ നിർത്തി. അയ്യോ, അപ്പോ ഞാനോ? നീ ആ വിക്രമന്റെയും മുത്തുവിന്റെയും കൂടെ കൂടിക്കോ. അതെ, അവർക്കൊരു കൂട്ടായി. ഞാനും വരുന്നു അമേരിക്കയ്ക്ക്. ഇല്ല, വേണ്ട. നിന്റെ വാലും കൊമ്പും കണ്ടാൽ കുഴപ്പമാ. ഞങ്ങളെ വിമാനത്താവളം വരെ കൊണ്ടുപോ. അതെ, നേരത്തെ റിപ്പോർട്ട് ചെയ്യണം. എന്നാലും അപ്പുപ്പ, ഇതൊരു ചതിയായിപ്പോയി. ഞങ്ങൾ കൊല്ലത്തിൽ ഒരിക്കൽ വരാമെടാ. നിങ്ങൾ അമേരിക്കയ്ക്ക് പോയാൽ ആ മായാവിയും പിള്ളേരും കൂടി എന്നെ ശരിയാക്കും. ഹേയ്, നീ അടങ്ങിയിരുന്നാൽ മതി. ഇതൊക്കെ മായാവി കാണുന്നുണ്ടായിരുന്നു. ഓഹോ, അമേരിക്കയിലേക്കാണോ? നന്നായി, ശല്യം തീരുമല്ലോ. ഹിഹി, ഞാൻ ആദ്യമായിട്ടാ വിമാനത്തിൽ കയറുന്നത്. ഞാനും. ഹോ, എന്തൊരു തണുപ്പ്. വിമാനം പൊങ്ങി. ലുട്ടാപ്പിയുടെ കുന്തം ഇത്ര ഉയരത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല. അതെ. പെട്ടെന്ന് ആരും അനങ്ങിപ്പോകരുത്. ഈ വിമാനം ഇപ്പോൾ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്. അനങ്ങിയാൽ എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലും. വേഗം വിമാനം അഫ്ഗാനിസ്ഥാനിലേക്ക് വിടാൻ പൈലറ്റിനോട് പറയൂ. ശരി, വേഗം. ഡാഗിനി കുഴഞ്ഞോ? ഹോം, ഇവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. ഫിംഫോ, രണ്ടും എലി. ഉടൻ. ദേ ഭീകരന്മാർ എലിയായി. അയ്യോ, വിമാനത്തിൽ എലി. എലികളോ? വേഗം വിമാനം തിരികെ ഇറക്കാം. പും. ഷെടാ, ഭീകരന്മാരെ എലിയാക്കിയതും കുഴപ്പമായോ? ഇവരാ എലിയാക്കിയത്. രണ്ടിനെയും പിടിച്ച പോലീസിൽ ഏൽപ്പിക്കണം. താമസിക്കാതെ. കഷ്ടം. അങ്ങനെ യാത്രയും മുടങ്ങി. മിണ്ടാതെ നടക്ക, വീടെത്താറായി. കുട്ടൂസ, നമ്മുടെ വീടെവിടെ? ക്ഷമിക്കണം, നിങ്ങൾ പോയല്ലോ എന്ന് വിചാരിച്ച ഞാൻ വീട് വിറക് കച്ചവടക്കാർക്ക് വിറ്റു.